ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലോ സർട്ടിഫിക്കറ്റിലോ ഒന്നും കാണാത്ത, പക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നല്ല ടെക്നിക്കൽ അറിവൊക്കെ ഉണ്ടായിട്ടും ചിലർക്ക് എന്തുകൊണ്ടാണ് കരിയറിലൊക്കെ അങ്ങോട്ട് ശോഭിക്കാൻ പറ്റാതെ പോകുന്നത് എന്ന്? അതിന്റെ ഉത്തരം മിക്കവാറും കിടക്കുന്നത് ഈ ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിലാണ്. ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചെടുക്കുന്ന ടെക്നിക്കൽ കാര്യങ്ങൾ. പക്ഷേ വിജയത്തിൻ്റെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, അതാണ് സോഫ്റ്റ് സ്കിൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്? നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കൽ കഴിവല്ല, മറിച്ച് നിങ്ങൾ മറ്റുള്ളവരുമായി എങ്ങനെ സംസാരിക്കുന്നു, ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കുന്നു, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അത് ഒറ്റയൊരു കാര്യമല്ല കേട്ടോ. ഇതിൽ പലതും വരും. പീപ്പിൾ സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, നമ്മുടെ മനോഭാവം, അങ്ങനെ പലതും ചേർന്ന ഒരു കോമ്പിനേഷനാണിത്. ഇതെല്ലാമാണ് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രാൻസ്ഫറബിൾ സ്കില്ലാണ്. അതായത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ പഠിക്കുന്നത് പോലെയല്ല. ഈ കഴിവുകൾ നിങ്ങൾക്ക് ഏത് ജോലിക്ക് പോയാലും എവിടെ ജീവിച്ചാലും കൂടെ കൊണ്ടുപോകാം. ജീവിതത്തിൽ എല്ലായിടത്തും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി ഇതെന്തുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്? നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഇതെങ്ങനെയാണ് ഒരു അഡ്വാൻറ്റേജ് ആവുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കരിയറിനെ ഒരു യാത്രയായി സങ്കല്പിച്ചു നോക്കൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഒരു ജോലി കിട്ടുക, അല്ലേ? നല്ല സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ എംപ്ലോയേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കും. ഇനി ജോലി കിട്ടിയാലോ, അവിടെ ഒരു ടീമിന്റെ കൂടെ നന്നായി സഹകരിച്ചു പോകണ്ടേ? അതിനും ഇത് വേണം. പിന്നെ ഭാവിയിൽ ഒരു ലീഡർ ആകാനോ, അതിന്റെ അടിത്തറയും ഈ സോഫ്റ്റ് സ്കിൽസ് തന്നെയാണ്. കരിയർ മാത്രമല്ല രതോ, ഇതിന്റെ ഇമ്പാക്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുമുണ്ട്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും, തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവ് കൂട്ടും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു ടൂൾ കിറ്റാണെന്ന് സങ്കല്പിക്കുക. അതിൽ എന്തൊക്കെ ടൂൾസാണോ വേണ്ടത്? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ടൂൾ നമ്പർ 1, കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം. എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ഇതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ സംസാരിക്കുന്നത് മാത്രമല്ല, മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമായും മറ്റൊരാൾക്ക് പുരിയുന്ന രീതിയിൽ പറയുക, നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു ബഹുമാനം സൂക്ഷിക്കുക. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഒരു നല്ല ടീച്ചർ എങ്ങനെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായി പറഞ്ഞു തരുന്നത് അതുപോലെ. ഓക്കെ, നമ്മുടെ ടൂൾ കിറ്റിലെ രണ്ടാമത്തെ ടൂൾ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതിന്റെ വേല ശരിക്കും മനസ്സിലാവും, അല്ലേ? ഗ്രൂപ്പ് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് പ്രൊജക്റ്റുകളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയേ. അതിൽ ഓരോരുത്തർക്കും ഓരോ റോളുണ്ടാവും. എല്ലാവരും പരസ്പരം സഹായിച്ചും സഹകരിച്ചും പോയാൽ മാത്രമേ ആ പ്രൊജക്റ്റ് വിജയിക്കുകയുള്ളൂ. അതാണ് ടീം വർക്ക്. അടുത്തത് ടൂൾ നമ്പർ 3, ടൈം മാനേജ്മെന്റ്. സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കില്ലാണിത്. പഠനം, എക്സാം, അസൈൻമെന്റ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ ഇടയിൽ സമയം മാനേജ് ചെയ്യുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, ഏത് കാര്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക, കാര്യങ്ങൾ വെറുതെ നീട്ടിവെക്കാതിരിക്കുക. ഇതൊക്കെ പഠിച്ചാൽ തന്നെ പകുതി സ്ട്രെസ് കുറയും. എല്ലാ കാര്യത്തിലും നല്ലൊരു പെർഫോമൻസ് കൊടുക്കാനും പറ്റും. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ ടൂൾ, പ്രോബ്ലം സോൾവിംഗ്, അതായത് പ്രശ്നപരിഹാരം. ഒരു പ്രശ്നം വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്. ഇവിടെ വേണ്ടത് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവാണ്. ഒരു കോളേജ് ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ലീഡറെ ഓർത്തുനോക്കൂ. എത്ര അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളായിരിക്കും വരിക, അല്ലേ? അതിനെയൊക്കെ ക്രിയേറ്റീവായിട്ട് പരിഹരിച്ച് ആ പരിപാടി വിജയമാക്കുന്നതിലാണ് കഴിവ്. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്താണെന്നും അതെത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അതിലെ ചില കീ ടൂൾസ് ഏതൊക്കെയാണെന്നും നമ്മളിപ്പോൾ കണ്ടു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? നിങ്ങൾ എവിടുന്നാണ് തുടങ്ങേണ്ടത്? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ടെക്നിക്കൽ അറിവിനെയോ അക്കാഡമിക് നോളജിനെയോ പൂർണ്ണമാക്കുന്നത് ഈ സോഫ്റ്റ് സ്കിൽസാണ്. ഇവ രണ്ടും ചേരുമ്പോഴാണ് നിങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വിജയിക്കാൻ തയ്യാറാവുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസ് കാറ്റഗറി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താം. നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, എവിടെയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഇത് കേട്ട് വെറുതെ വിടാനുള്ളതല്ല, ഇതൊരു തുടക്കമാണ്. ഈ കണ്ട സ്കില്ലുകളിൽ ഏത് ഒന്നിലാണ് നിങ്ങൾ ഇന്ന് മുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.